ലക്ഷക്കണക്കിന് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഹൈവേയിലൂടെ സർക്കാർ വൻ അഴിമതി നടത്തിയെന്നത് ഉറപ്പാണ്. കോഴിക്കോട് അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള ഭാഗം റോഡ് നിർമ്മിക്കാനുള്ള കരാർ അദാനി എന്റർപ്രൈസസിനാണ് നൽകിയത്. 1838.1 കോടി രൂപയുടേതാണ് കരാർ. 1 കിലോമീറ്ററിന് ഏകദേശം 45 കോടി രൂപയാണ് അദാനി കമ്പനിക്ക് ലഭിച്ച കരാർ. ഈ കരാർ 971 കോടി രൂപയ്ക്ക് അഹമ്മദാബാദിലെ വാഗഡ് ഇൻഫ്രോ പ്രൊജക്ട്സിന് മറിച്ചു നൽകി. 1 കിലോമീറ്റർ റോഡ് വാഗഡ് എന്റർപ്രൈസസ് നിർമ്മിക്കുന്നത് 23.7 കോടി രൂപയ്ക്കാണ്. ഇതിലൂടെ മോദി സർക്കാരിന്റെ അഴിമതി തെളിയുകയാണ്. ഇതാണ് ദേശീയപാതയുടെ തകർച്ച എന്നത് കോൺഗ്രസ് തെളിവ് സഹിതം എക്സിൽ കുറിച്ചതും ആരോപണങ്ങൾ തെളിയിച്ചതും നമ്മൾ കണ്ടതാണ്. നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും റോഡ് തകർച്ചയിൽ കേന്ദ്ര സർക്കാരിനും BJPക്കുമെതിരെ രംഗത്തെത്തിയിരുന്നു. BJPക്ക് ഇലക്ട്രൽ ബോണ്ട് നൽകിയ കരിമ്പട്ടികയിൽപ്പെട്ട കമ്പനികൾ പലതും കരാർ ഏറ്റെടുത്തിട്ടുണ്ടെന്നും ഗോവിന്ദൻ ആരോപിച്ചിരുന്നു. ഈ കമ്പനികളെ സുതാര്യമായി പരിശോധിക്കണം. ദേശീയപാത DPRൽ വരുത്തിയ മാറ്റങ്ങൾ കേന്ദ്രമന്ത്രിയുടെ ആരോപണം അസംബന്ധമാണെന്നും ഗോവിന്ദൻ പറഞ്ഞിരുന്നു. തങ്ങളുടെ കൈകൾ ശുദ്ധമാണെന്നാണ് CPM ഇതിലൂടെ വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെയാണ് കോട്ടയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ VD സതീശൻ പ്രതികരിച്ചത്. കേരയിൽ പദ്ധതിയുടെ ആവശ്യകതയുണ്ടോ എന്നും പദ്ധതിയുടെ പോരായ്മകളും പ്രതിഷേധവും അദ്ദേഹം വ്യക്തമാക്കി. മന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട്, നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും കരാറുകാർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് നിതിൻ ഗഡ്കരിക്ക് കേന്ദ്രമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ല, അവർക്ക് ഉത്തരവാദിത്തമുണ്ട്, ഇല്ലാന്ന് ആരാ പറഞ്ഞത്? ഇവിടെ പക്ഷേ ഈ പണി തീർത്തു കഴിഞ്ഞപ്പോ അതിൽ കൂടി റീലെടുത്ത് പോയവർ അത് പറഞ്ഞില്ല, ഇവരുടെയാണെന്നാണ് പറഞ്ഞത്. എന്തായിരുന്നു റീല്? ഞങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്, സൂക്ഷ്മമായ പരിശോധന നടത്തുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. പൂർണ്ണമായി ഇപ്പൊ ആരുമില്ലല്ലോ, അന്വേഷിച്ചവരാരെയും കാണാനില്ലല്ലോ. ഇപ്പൊ അന്വേഷിച്ചവരൊക്കെ എവിടെ പോയിപ്പോ? എന്തൊരു ക്രെഡിറ്റ് എടുക്കലായിരുന്നു, എന്തുമാത്രം ഫ്ലെക്സാണ് കേരളത്തിൽ വെച്ചത്. ദേശീയപാത ഇന്ത്യയിൽ മുഴുവൻ പണിയുന്നതാണ്. ഇന്ത്യയിലെ മുഴുവൻ ഡീറ്റെയിൽസ് ഉണ്ട്. സ്ഥലം എടുത്തു കൊടുത്താൽ പണിയും. സ്ഥലം എടുത്തു കൊടുക്കാൻ പറ്റാതിരുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പൊ സ്ഥലം എടുത്തു കൊടുക്കാൻ പറ്റാവുന്ന സാഹചര്യം വന്നു. പിന്നെ ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കി. ഇത് ഗെയിൽ പൈപ്പ് ലൈൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടത്തുമായിരുന്നു. ഈ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയുണ്ട്, എറണാകുളത്ത് പ്രസംഗിച്ചാണ് ഗെയിൽ പൈപ്പ് ലൈൻ ഇടുന്നതിനെ തടഞ്ഞുകൊണ്ട്. എന്താ പറഞ്ഞെന്നറിയോ? ഇത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണ്. എന്റെ എന്താ പ്രസംഗം? ഇത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണെന്ന് പ്രസംഗിച്ചാൽ ഈ മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുന്നു. എന്നിട്ട് ഗെയിൽ പൈപ്പ് ലൈൻ ഞങ്ങൾ പൂർത്തിയാക്കിയത് അന്ന് തുടങ്ങിയതാ. അന്ന് ഇതായിരുന്നു പണി. ഇതിനെല്ലാം പാരമാക്കിയത് ഞങ്ങൾ ഒറ്റ കാര്യത്തിൽ എതിർത്തിട്ടില്ല. കേരളയിൽ ഇപ്പൊ മനസ്സിലായല്ലോ, കേരളയിൽ പണിതിരുന്നെങ്കിൽ പാരിസ്ഥിതിക ദുരന്തമായിരിക്കും കേരളയിൽ എന്ന് ഞങ്ങൾ പറഞ്ഞു. കേരളയിൽ അതിനെ എതിർത്തത്. സാമ്പത്തികമായും കേരളം തകർന്നു. ഒരു മര്യാദക്കുള്ള DPR പോലും ഇല്ലാതെയാണ് കേരളയിൽ പണിയാൻ വന്നത്. ഈ പദ്ധതിയുടെ പ്രശ്നം അതാ. ഞാൻ ചോദിക്കട്ടെ, സംസ്ഥാന ഗവൺമെന്റിന് ഉത്തരവാദിത്തമില്ലേ? കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്ത് പണിയുമ്പോൾ പൊതുമരാമത്ത് വകുപ്പിന് ഉത്തരവാദിത്തമില്ലേ? അവരൊരു കോർഡിനേഷൻ കമ്മിറ്റി വേണ്ടേ? എവിടെയാണ് മണ്ണ് പരിശോധന നടത്തിയിട്ടുള്ളത്? കേരളത്തിന്റെ മണ്ണിന്റെ ഘടന എന്താണ്? ഞങ്ങൾ ഇതിനു മുമ്പ് പരാതിയും പറഞ്ഞാണ്, പ്രസംഗിച്ചാണ് പരസ്യമായി. അശാസ്ത്രീയമാണ് നിർമ്മാണ പ്രവർത്തനം. എനിക്ക് പേടിയാണ് മഴ പെയ്യുമ്പോൾ. ഇപ്പൊ മഴ പെയ്തു തുടങ്ങി. എവിടെയെല്ലാമാണ് വെള്ളക്കെട്ടുണ്ടാകാൻ പോകുന്നതെന്ന് ഒരു പിടിയില്ല. ഒരു പഠനവും നടത്താതെ, ഒരു മര്യാദയ്ക്ക് ഒരു പാരിസ്ഥിതിക പഠനം പോലും നടത്താതെയാണ് നിർമ്മാണ പ്രവർത്തനം പല സ്ഥലത്തും നടത്തി വെച്ചിരിക്കുന്നത്. ഇപ്പൊ എല്ലാ ജില്ലകളിലും ആയില്ലേ വിള്ളൽ? അല്ലല്ലോ, അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് താങ്കൾ അങ്ങനെയാണോ വ്യാഖ്യാനിക്കുന്നത്? ദേശീയപാത ശാസ്ത്രീയമായി നിർമ്മിക്കണം. ഞാൻ ചെയ്യട്ടെ, MLA മന്ത്രിയൊന്നും അല്ലല്ലോ പാലം ഉണ്ടാക്കുന്നതും റോഡ് പണിയുന്നതും. എഞ്ചിനീയറിംഗ് സൂപ്പർവിഷൻ പ്രോപ്പറായിട്ട് വേണം. അത് നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം, വേണ്ടേ? ഓരോ സ്ഥലത്തുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ആളുകളെ ബാധിക്കുന്നത്. അത് ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാകണം. ഒന്നും ചെയ്തില്ല. അവര് തോന്നിയതുപോലെ, ഇത് വടക്കേ ഇന്ത്യയിൽ പണിയുന്നത് പോലെയല്ലല്ലോ. സ്ഥലമില്ലാത്ത സ്ഥലങ്ങളാണ്. ഓരോ ജംഗ്ഷനിലും ആൾത്തിരക്കും കുരുക്കുമാണ്. കേരളത്തിൽ ഒരുപാട് പ്രത്യേകതയുണ്ട്. മണ്ണിന്റെ ഘടനയിൽ മാറ്റമുണ്ട്. അതൊന്നുമില്ലാതെ ചെയ്തു. അത് തന്നെ പ്രശ്നം. റോൾ ഉണ്ടെന്നാണല്ലോ പൊതുമരാമത്ത് മന്ത്രി നേരത്തെ അവകാശപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ റീലിലും പറഞ്ഞത് ഞങ്ങളാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. എന്റെ കയ്യിലുണ്ട്, ഞാൻ കാണിച്ചു. നിങ്ങളെല്ലാം കണ്ടാണ്. അവർക്ക് ചെയ്യാം. അവർക്ക് ജോയിന്റ് കോർഡിനേഷൻ കമ്മിറ്റികൾ ഉണ്ടാക്കാം. പൊതുമരാമത്ത് വകുപ്പിൽ തന്നെ ഹൈവേ വിഭാഗമുണ്ട്, ഇല്ലേ?
അതിൽ ചീഫ് എഞ്ചിനീയർ ഉണ്ട്. അവർക്ക് നാഷണൽ ഹൈവേയുടെ അതോറിറ്റി ആയിട്ട് അവർക്ക് ചർച്ച നടത്താം ഏത് സമയത്തും. ഞാൻ പറഞ്ഞല്ലോ, പാലാരിവട്ടം പാലം തകർന്നു വീണില്ല. ആ നിർമ്മാണത്തിൽ ഒരു അപാകത ഉണ്ടെന്നൊരു റിപ്പോർട്ടാണുള്ളത്. അതിന്റെ പേരിൽ നടത്തിയ കോലാഹലം നടത്തിയ ആളുകൾ ഭരിക്കുമ്പോ ആലപ്പുഴ അടക്കം പാലം തകർന്നു വീണു. ഒരു കുഴപ്പമില്ല. അഴിമതിയും നടന്നിട്ടുണ്ട്, അശ്രദ്ധയും നടന്നിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് സൂപ്പർവിഷനിൽ അശാസ്ത്രീയമായി ആയിട്ടുള്ള നിർമ്മിതിയാണ് നടന്നിരിക്കുന്നത്. അശാസ്ത്രീയമായി സംസ്ഥാനത്തുടനീളം. അല്ല, കേരളം ഇപ്പൊ അതിൽ നിന്ന് ആ മുതൽ ക്ഷാ വരെയുള്ള കാര്യത്തിലൊന്നും കേരളത്തിന് പങ്കില്ല. എല്ലാം കേന്ദ്രമാണെന്ന് പറയാ. അത് അവസാനം വരെ പറഞ്ഞാൽ മതി. അത്രയുള്ളൂ. അവസാനം വരെ അത് പറഞ്ഞാൽ മതി. അതുണ്ടല്ലോ, അത് തമ്മിലുള്ള തർക്കങ്ങൾ കൊണ്ട് പദ്ധതികൾ മാറ്റിവെക്കുകയും ഉദ്ഘാടനം മാറ്റിവെക്കുകയും തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പിന്നെ ഒന്നും പറയാത്തത് കുറെ കൂടി കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. ഞാൻ പറഞ്ഞു പിന്നെ ഒന്നും പുറത്തു വരില്ല. അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തണം, ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, അതിനെക്കുറിച്ച് അന്വേഷിക്കണം. എങ്ങനെയാണ് സബ് കോൺട്രാക്ടുകൾ ഉണ്ടായിരിക്കുന്നത്? ഇപ്പൊ കോൺട്രാക്ട് എടുത്തിട്ട് ഒരുപാട് പേർക്ക് സബ് കോൺട്രാക്ടുകൾ വീതം വെച്ച് കൊടുത്തിരിക്കുകയാണ്. അതൊക്കെ എങ്ങനെ നടക്കുന്നു, എന്ത് നടക്കുന്നു എന്ന് ശ്രദ്ധിക്കുന്നില്ല. ഗുരുതരമായ കൃത്യവിലോപം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന്, ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന്, കരാറുകാരുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ചെറിയൊരു വിള്ളലാണോ? എന്നിട്ട് സർവീസ് റോഡിൽ കൂടി ആളുകൾ പോവാണ്. സർവീസ് റോഡ് ഓവുചാലാണ്. ഇനി കേന്ദ്ര ഗവൺമെന്റ് ഇത് പണിയുന്നതിന്റെ കാര്യം, ഇതെങ്ങനെയാണ് പണിയുന്നത്? ഇതിന് പൈസ ഇടുന്നത്? നിങ്ങൾക്ക് ഫ്യൂവലിൽ നിന്ന് മേടിക്കുന്ന റോഡ് സെസ് എത്രയെന്ന് അറിയോ? ഈ അടുത്ത കാലം വരെ 18 രൂപയായിരുന്നു ഒരു ലിറ്ററിൽ നിന്ന് മേടിച്ചിരുന്നു. കഴിഞ്ഞ 7 വർഷം കൊണ്ട് 12-13 ലക്ഷം കോടി കളക്ട് ചെയ്തിട്ടുണ്ട് റോഡ് സെസ് ആയിട്ട്. ആ കാശ് ഉപയോഗിച്ച്, നാട്ടുകാരുടെ പൈസ ഉപയോഗിച്ചാണ്. ഇപ്പൊ പല സ്ഥലത്ത് എഴുതി വെച്ചേക്കാണ്, എന്താണ്, ബൈക്കിന് പ്രവേശനം ഇല്ല, ഓട്ടോറിക്ഷയ്ക്ക് പ്രവേശനം ഇല്ല. അപ്പൊ ഈ ബൈക്കുകാരന്റെയും ഓട്ടോറിക്ഷക്കാരന്റെയും കാശ് മേടിച്ചിട്ടാണ് ഇത് പറഞ്ഞേക്കുന്നത്. അവൻ അടിച്ചേക്കുന്ന പെട്രോളിൽ നിന്നും മേടിച്ചിട്ടുണ്ട് ഈ 18 രൂപ. മനസ്സിലായോ? അങ്ങനെ ചെയ്ത പൈസയാണിത്. അല്ലാതെ ആരും കൊണ്ടുവന്നും കൂടെ ഇറക്കിയതൊന്നുമല്ല. ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫ്യൂവൽ കൺസംഷൻ ഉള്ള ഒരു സംസ്ഥാനത്ത് നിന്നും മാത്രം ഇത്രയും ലക്ഷം കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് റോഡ് സെസ് ആയിട്ട്. എന്നിട്ടാണ് ഇതിൽ അപാകത നിൽക്കുന്നത്. അത് കേരളത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, കേന്ദ്ര അനുമതി മേടിച്ചു വന്നാലും കേരളത്തിൽ നടപ്പാക്കാൻ സമ്മതിക്കില്ല. അത് കേരളത്തിൽ പാരിസ്ഥിതിക ദുരന്തം ഉണ്ടാക്കും. സാമ്പത്തികമായി കേരളം തകർന്നും പോകും. അതുകൊണ്ട് സമ്മതിക്കില്ല. ഞങ്ങൾ വളരെ വിശദമായ പഠനം നടത്തിയിട്ടാണ് ഞങ്ങളത് പറഞ്ഞത്. ഒരു കാരണവശാലും സമ്മതിക്കില്ല കേരളത്തിൽ. അത് നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു പ്രോജക്ട് റിപ്പോർട്ട് പോലും ഇല്ലാതെ അത് കൊണ്ടുവരാൻ പോകുന്നത് 2 ലക്ഷം കോടി രൂപയുടെ പദ്ധതിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രോജക്ട് റിപ്പോർട്ടില്ല. DPR 300 കിലോമീറ്റർ ദൂരം 30 അടി ഉയരത്തിൽ എംബാങ്ക്മെന്റ് കെട്ടുകയാണ് കേരളത്തിൽ. കേരളത്തിന്റെ സ്ഥിതി എന്താവും? ബാക്കി 200 കിലോമീറ്റർ ദൂരത്ത് റെയിലിന്റെ അപ്പുറയും ഇപ്പുറയുമായിട്ട് 10 അടി ഉയരത്തിൽ മതിൽ കെട്ടുക. മഴക്കാലം വന്ന ബോട്ടും കൂടി ഓടിക്കുക റെയിലിൽ കൂടി.